നമസ്തേ. മുരുകാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ബ്രഹ്മാമുരാരി ത്രിപുരാന്തകാരി ഭാനുശശി ഭൂമി സുതോപദച്ഛ ഉദിച്ച ശുക്രാധൻ രാഹു കേതവ സർവേ ഗ്രഹ ശാന്തികരാ ഭവന്തു. അഗ്നി മാരുത യോഗത്തെ പറ്റിയാണെന്ന് പറയുന്നത്. അഗ്നി ചൊവ്വയും മാരുതൻ ശനിയുമാണ്. ഇവരുടെ നില മീനം, ഇടവം എന്നിങ്ങനെയാണ്. ചിലരുടെ ജാതകത്തിലും ഇങ്ങനെ ഉണ്ടാകാം. പക്ഷേ അഗ്നിമാരുത യോഗം ഉള്ളപ്പോൾ മേടക്കൂറിന് ചില ഗുണങ്ങളുണ്ട്, അതിൻ്റെ ഇരട്ടി ദോഷങ്ങളുണ്ട്. അശ്വതിക്ക് ധനവാനാകാനും ധനം കിട്ടാനും വസ്തുക്കൾ ഭാഗിക്കാനുമുള്ള അവസരമുണ്ട്. ജോലി കിട്ടാനും ട്രാൻസ്ഫർ കിട്ടാനും ഒക്കെ ചാൻസ് ഉള്ളതാണ്. കോപിക്കരുത്. അതായത് കഴിവുള്ള ഒരാളിനെ തഴഞ്ഞുകൊണ്ട് അവൻ്റെ സ്ഥാനം അടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അഗ്നിമാരുത യോഗമുണ്ടാകും. അത് ദോഷമാണ്. അതായത് അഗ്നി നിങ്ങളെ കൂടെയുണ്ട്. അസാവിൻ്റെ ശനിയുടെ മാരുതൻ കാറ്റ് അതിൽ വന്ന് തട്ടിയാലുള്ള ഗുണം അറിയാമല്ലോ. ഗുണമല്ല, ദോഷമാണ്. തകർന്നു പോകും, തീ പിടിക്കും. അതിന് തുല്യമായ ദോഷങ്ങളുണ്ടാകും. അത് സൂക്ഷിക്കണം. ഭരണി അവർക്ക് ആരുടെയും കാല് പിടിക്കാൻ പോകുന്നവരല്ല. ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും ലേറ്റായാൽ പോലും അവർക്കത് കിട്ടുമെന്ന് ഉറപ്പുള്ളവരാണ്. ആത്മജ്ഞാനമുള്ളവരാണ്, ധൈര്യശാലികളാണ്, അത്യാഗ്രഹമുള്ളവരല്ല. എന്നാൽ ചിലർ അത്യാഗ്രഹമുള്ളവരായി മാറുകയോ മറ്റുള്ളവരോട് ആവശ്യത്തിനും അനാവശ്യത്തിനും ദേഷ്യപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് ഭഗവാനിൽ നിന്ന് കിട്ടാനുള്ള പലതും കുറഞ്ഞു പോകും. അതിന് കാരണം അഗ്നി മാരുത യോഗമാണ്. അത് സൂക്ഷിക്കണം. ജീവിതത്തിൽ പലയിടത്തും ഭരണിക്കാർ അത് ശ്രദ്ധിക്കണം. അടുത്തത് കാർത്തികയാണ്. കാർത്തിക ഇവിടെ 1-ാം പാദം 2-ാം പാദം എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ പാദങ്ങൾക്കും ഇത് ബാധകമാണ്. അവർ നേതൃത്വത്തിൽ വരാൻ കഴിവുള്ളവരാണ്. ധാരാളം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. അത്യാവശ്യത്തിന് ധനത്തോട് ആർത്തിയുള്ളവരാണ്. സമ്പാദിക്കാൻ അവർ ഇടം തേടി നടക്കുന്നവരാണ്. ജോലി ഉണ്ടെങ്കിൽ അതും റിയൽ എസ്റ്റേറ്റ് മുതലായ സംഭവങ്ങൾ ചെയ്യുന്നതും, ജോലി ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷനും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി യോഗ്യതയുള്ള ഒരാളിനെ തഴയാൻ നിങ്ങൾ മുൻകൈയെടുത്ത് ശ്രമിച്ചുകൊണ്ട് അവൻ്റെ സ്ഥാനം അടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് അഗ്നിമാരുത യോഗം നിങ്ങളെ പിടികൂടും, ദോഷം ചെയ്യും. അതുകൊണ്ട് അഗ്നി ഒന്നുകൂടി പറയാം. അഗ്നി അറിയാമല്ലോ, തീയാണ്. അതിന് കാറ്റ് വീശിക്കൊടുത്താൽ അങ്ങനെ ഇരിക്കും. കാറ്റ് വീശിക്കുന്നതും തീ വളരുന്നതിനുള്ള അവസ്ഥയും ഉണ്ടാകുന്നത് നിങ്ങളുടെ കോപത്തിൽ നിന്നാണ്. നിങ്ങൾ അന്യായമായ ഒരാളുടെ വസ്തു, ഏതെങ്കിലും സാധന സാമഗ്രികൾ, പ്രൊമോഷൻ സ്ഥാനം അടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അത് ഒഴിവാക്കണം. എങ്കിൽ പ്രശ്നമില്ല. രോഹിണിക്കാർക്ക് നമ്മൾ എല്ലാവരും അറിയുന്നത് അദ്ദേഹമാണ്. കൃഷ്ണൻ്റെ സാന്നിധ്യമുള്ള നക്ഷത്രം. എല്ലാവരും പലതും ഉണ്ടെങ്കിലും നമ്മളതിനെ അങ്ങനെ കാണുന്നു. അവർക്ക് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. അവരും എപ്പോഴെങ്കിലും കോപിഷ്ഠരായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് വിപരീത ഫലമാണ് ഉണ്ടാവുക. അത് സംശയിക്കേണ്ട. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രമിക്കണം. ക്ഷമയും ശാന്തതയുമാണ് നിങ്ങൾക്കാവശ്യം. ഈ ക്ഷമയും ശാന്തതയുമാണ് ശനിദേവന് ഇഷ്ടം. അതിൻ്റെ പ്രതീകമാണ് അദ്ദേഹം ന്യായസ്ഥനാണ്. അദ്ദേഹത്തെ കാറ്റ് വീശുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. നിങ്ങളുടെ രാശിയിലാണ് നിൽക്കുന്നത് അഗ്നി ചൊവ്വ. മകയിരം നിങ്ങൾ ദൈവാധീനമുള്ളവരാണ്, ക്ഷമാശീലരാണ്, സയൻസിൻ്റെ ആളുകളാണ്. എല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങളും ആർത്തിമൂത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ, നേടിക്കളയാമെന്ന് വിചാരിച്ചാൽ തൽക്കാലം നേടുമായിരിക്കാം. പക്ഷേ അഗ്നിമാരുത യോഗം പുറകെ വരികയാണ്, നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. മറ്റൊരാളിനെ ഹർട്ട് ചെയ്യാതിരിക്കുക. ഈ പറയുന്ന ശാന്തതയും ക്ഷമയും കൈവിടാതിരിക്കുക. അടുത്ത തിരുവാതിര അറിയാമല്ലോ, ശിവൻ്റേതായ നക്ഷത്രത്തിൽപ്പെടുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പലതും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരുന്ന കാലാവധിയാണ് ഇതിനക്കൂറുകാർക്ക്. നിങ്ങൾ ഉഭയരാശിക്കാരാണ്. പക്ഷെ എങ്കിലും നിങ്ങൾക്കും ഇതിപ്പോൾ ഈ ചാൻസ് കളഞ്ഞാൽ പിന്നെ അത് കിട്ടൂലല്ലോ എന്ന് കരുതി കുറുക്ക് വഴിയിലൂടെ എന്തെങ്കിലും സ്വന്തമാക്കാം എന്ന് കരുതിയാൽ അത് വലിയ ദോഷം ചെയ്യും. അഗ്നിമാരുത യോഗം നിങ്ങൾക്ക് കർശനമായ താക്കീത് തരും. അത് ചിലപ്പോൾ നിങ്ങൾ തെറിച്ചു പോയെന്നിരിക്കും. പുണർന്നം അകന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ യോജിപ്പിച്ചു തരാനും അതിനുവേണ്ടിയുള്ള കോടതി മൂലം ശ്രമിക്കുന്നതും പോലീസ് സ്റ്റേഷൻ മുതൽ ശ്രമിക്കുന്നതും നാട്ടിലെ പൗരമുഖ്യന്മാരുമായിട്ടോ സംഘടനയുമായിട്ടോ ശ്രമിക്കുന്നതും നന്നായിരിക്കും. പക്ഷേ അതിൻ്റെ റൺ ഇൻ ദ ഹാൻഡ്സ്
ടു ഇൻ ദ ബുഷസ് എന്ന നയം സ്വീകരിക്കരുത്, എങ്കിൽ കടിച്ചതും പിടിച്ചതും ഇല്ല എന്നുള്ളതാണല്ലോ അർത്ഥം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ക്ഷമ, സഹനം എന്നിവ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക, കാര്യങ്ങൾ ഭംഗിയായി നടക്കും. ഇതാണ് അഗ്നിമാരുത യോഗത്തിൻ്റെ ദോഷഫലങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക. ഉഭയരാശി ആയതുകൊണ്ടാണ് അത്രയും ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അടുത്തത് പൂയമാണ്. പൂയത്തിന് നല്ല സമയമാണ്. അവർ കോപം, താപം, ടെക്നിക്കൽ ജോലി ചെയ്യുന്നവർ എന്നിവർ, പ്രത്യേകിച്ച് ആയുധം കൈകാര്യം ചെയ്യുന്നവർ, എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തതിന് ആയുധം എടുത്തെറിയുക. ചെറിയ ചെറിയ ആയുധങ്ങളുണ്ടല്ലോ, പറഞ്ഞു വന്നാൽ പേനയും ആയുധമാണ്. ചെറിയ ഉപകരണങ്ങൾ, നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ചെറുതാണ്, പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നതാണ്. അതായാലും എടുത്തെറിയരുത്. എറിഞ്ഞാൽ അത് ആരുടെയും ദേഹത്ത് കൊണ്ട് മുറിവേൽക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റാകാനും അത് ദോഷമുണ്ടാകാനും സാധിക്കും. അതുകൊണ്ട് പൂയംകാർ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ പോകുന്നത് അത് പൊല്ലാപ്പായി മാറാതിരിക്കുക.